ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎസ് സന്ദർശനം തുടരുന്നു. യുഎൻ പൊതുസഭയുടെ ഉച്ചകോടിയെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. യുഎസിലെ ബോസ്റ്റണിലും ലോസ് ഏഞ്ചൽസിലും പുതിയ കോൺസുലേറ്റുകൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി നാഷണൽ പീപ്പിൾസ് പവറിന്റെ അനുര കുമാര ദിസനായകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജമ്മുകശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പ്രചാരണം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ചു. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് വെള്ളിയാഴ്ച കാൺപൂരിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎസ് സന്ദർശനം തുടരുന്നു. അമേരിക്കയിലെ ഡെലവെയിൽ ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ ആഗോള വളർച്ച, സമാധാനം, സുരക്ഷ എന്നിവയ്ക്കായുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. യുഎൻ പൊതുസഭയുടെ ഉച്ചകോടിയെ പ്രധാനമന്ത്രി ഇന്ന് ന്യൂയോർക്കിൽ അഭിസംബോധന ചെയ്യും. ഇന്ത്യ യുഎസ് ഉഭയകക്ഷി ബന്ധത്തിൽ ഇന്ത്യൻ പ്രവാസികളുടെ പങ്കിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ഏറ്റവും ശക്തരായ ബ്രാൻഡ് അംബാസിഡർമാരാണ് പ്രവാസികളെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലുള്ള നസാവു കൊളീസിയത്തിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൂസ്റ്റൺ സർവകലാശാലയിൽ തിരുവള്ളുവർ ചെയർ ഓഫ് തമിഴ് സ്റ്റഡീസിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. സംശുദ്ധ സമ്പദ് വ്യവസ്ഥ, ഇന്തോ പസഫിക് സാമ്പത്തിക ക്രമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന വിവിധ കരാറുകളിൽ ഇന്ത്യ ഒപ്പുവച്ചു. ക്വാഡ് ഉച്ചകോടിക്കായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോ പസഫിക് സാമ്പത്തിക ചട്ടക്കൂടിന് കീഴിലാണ് കരാർ ഒപ്പിട്ടത്. സാങ്കേതിക സഹകരണം, തൊഴിൽ ശാക്തീകരണം, ശേഷി വർദ്ധിപ്പിക്കൽ, ഗവേഷണ സഹകരണം എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കരാർ. അമേരിക്കയിലെ ബോസ്റ്റണിലും ലോസ് ഏഞ്ചൽസിലും 2 ഇന്ത്യൻ കോൺസുലേറ്റുകൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. ഹൂസ്റ്റൺ സർവകലാശാലയിൽ തിരുവള്ളുവർ തമിഴ് പഠനം ആരംഭിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. നിലവിൽ ന്യൂയോർക്ക്, അറ്റ്ലാന്റ, ഷിക്കാഗോ, ഹൂസ്റ്റൺ, സാൻ ഫ്രാൻസിസ്കോ, സിയാറ്റിൻ എന്നിവിടങ്ങളിലാണ് ഇന്ത്യയ്ക്ക് 6 കോൺസുലേറ്റുകളുള്ളത്. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെന്ന നേട്ടം കൈവരിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉടൻ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുക എന്ന ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. ന്യൂയോർക്കിലെ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായി റൌണ്ട് ടേബിൾ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज का भारत एम्बिशियस सपने देखता है और उन्हें पूरा करने का भरसक प्रयास भी करता है. आज भारत विश्व की 5वीं सबसे बड़ी इकोनॉमी है, विश्व की सबसे तेजी से ग्रो करने वाली इकोनॉमी है और मैं पक्का मानता हूं कि मेरा ये जो तीसरा कार्यकाल है उसमें हम 3rd लार्जेस्ट इकोनॉमी का हमारा जो गोल है उसको हम अचीव कर लेंगे, क्योंकि आज हम हाईएस्ट ग्रो करने वाले लोग हैं. टेक्नोलॉजी विकसित भारत की यात्रा का एक अहम स्तंभ है. इसलिए आज हमने भारत में टेक्नोलॉजिकल कोलैबोरेशन और इन्वेस्टमेंट के लिए अभूतपूर्व संभावनाएं खड़ी की है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹുമായി ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിയുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തത്തിന്റെ എല്ലാ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് ഇരുവരും വ്യക്തമാക്കി. ഭൂട്ടാൻ പ്രധാനമന്ത്രിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 6ാം വാർഷികം ഇന്ന്. 2018ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കമിട്ടത്. 12.37 കോടി കുടുംബങ്ങളിലെ ഏകദേശം 55 കോടി ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ദശലക്ഷക്കണക്കിന് പേർക്ക് രോഗശാന്തിയും പ്രത്യാശയും നൽകാൻ പദ്ധതിയിലൂടെ സാധിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ പറഞ്ഞു. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും, പ്രത്യേകിച്ച് ദുർബല വിഭാഗത്തിന് തുല്യമായ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് ശ്രീ നഡ്ഡ വ്യക്തമാക്കി. ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റായി നാഷണൽ പീപ്പിൾസ് പവറിന്റെ അനുര കുമാര ദിസനായകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.
പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയെ പരാജയപ്പെടുത്തിയാണ് 55-കാരനായ അനുര വിജയം നേടിയത്. ആദ്യ റൌണ്ട് വോട്ടെണ്ണലിൽ ആർക്കും 50% വോട്ട് ലഭിക്കാത്തതിനാൽ രണ്ടാംവട്ട വോട്ടെണ്ണലിലാണ് അനുരയെ വിജയിയായി പ്രഖ്യാപിച്ചത്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അനുരയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അയൽപക്കം ആദ്യം നയത്തിലും സാഗർ കാഴ്ചപ്പാടുകളിലും ശ്രീലങ്കയ്ക്ക് നിർണായക സ്ഥാനമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രത്യാശിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഝാർഖണ്ഡിലെത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ സംഘം റാഞ്ചിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഏജൻസികളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. 24 ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും പോലീസ് സൂപ്രണ്ടുമാരുമായും സംഘം നാളെ ചർച്ച നടത്തും. ജമ്മുകശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പ്രചാരണം ഇന്ന് അവസാനിക്കും. 5 ജില്ലകളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഇന്ന് ജമ്മുകശ്മീരിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രചാരണം ഊർജിതമാക്കി. എഐസിസി മുൻ അധ്യക്ഷനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്ന് പൂഞ്ചിലും ശ്രീനഗറിലും തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ചൂട് കനത്തതോടെ ബിജെപിയുടെ പ്രമുഖ നേതാക്കളും ജമ്മുകശ്മീരിൽ പ്രചാരണ രംഗത്ത് സജീവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബിജെപിയുടെ മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗ്, ജെ.പി. നഡ്ഡ, അമിത്ഷാ തുടങ്ങിയവർ പ്രചാരണത്തിനെത്തിയിരുന്നു. നാഷണൽ കോൺഫറൻസ് അധ്യക്ഷനും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ള ഇന്ന് സൈനക്കോട്ട് തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഈ മാസം 18-നായിരുന്നു. രണ്ടാം ഘട്ടം മറ്റന്നാളും മൂന്നാം ഘട്ടം ഒക്ടോബർ 1-ന് നടക്കും. ഒക്ടോബർ 8-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ബുഡാപെസ്റ്റിൽ നടക്കുന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ കായിക പാതയിൽ ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തുന്നതാണ് ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇതാദ്യമായാണ് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ കിരീടം സ്വന്തമാക്കുന്നത്. ബംഗ്ലാദേശിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ മാറ്റമില്ലെന്ന് ബിസിസിഐ അറിയിച്ചു. ഈ മാസം 27 മുതൽ കാൺപൂരിലാണ് മത്സരം. ആദ്യ ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ 280 റൺസിന് വിജയിച്ചിരുന്നു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി. കാസർഗോഡ് സ്വദേശിയായ യുവാവാണ് മരിച്ചത്. കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. കേരളത്തിൽ നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിപ വ്യാപനം തടയാൻ ആവശ്യമായ ജാഗ്രതാ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു. എംപോക്സ് സംബന്ധിച്ചും കേരളത്തിൽ സൂക്ഷ്മ നിരീക്ഷണമാണ് നടത്തുന്നതെന്നും വീണ ജോർജ് ഇടുക്കിയിൽ പറഞ്ഞു. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു. ഐജി റാങ്കിനോ അതിനു മുകളിലോ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാകും അന്വേഷണം. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കുറ്റക്കാരായ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതായും അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും തിരുമല തിരുപ്പതി ദേവസ്വം അധികൃതർ അറിയിച്ചു. കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, മറാത്ത്വാഡ മേഖലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മാഹി, യാനം, ആന്ധ്രാപ്രദേശിന്റെയും കർണാടകയുടെയും തീരദേശ മേഖല, റായലസീമ, തെലങ്കാന, ഉത്തര കർണാടക, കേരളം എന്നിവിടങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വിദർഭ, ഛത്തീസ്ഗഡ്, ഒഡീഷ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീംകോടതി. ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചാൽ മാത്രമേ കുറ്റം ചുമത്താനാകൂവെന്നും വീഡിയോ കോൾ സൂക്ഷിക്കുന്നത് കുറ്റകരമല്ലെന്നുമുള്ള മദ്രാസ് ഹൈക്കോടതി വിധി തള്ളിയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സ്വച്ഛ് ഭാരത് സ്വച്ഛ് സാഗർ പരിപാടികളുടെ ഭാഗമായി ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ദ്വീപുകളിലായി തീരദേശ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി ദ്വീപിൽ ആരംഭിച്ച ശുചീകരണ പരിപാടിക്ക് ലക്ഷദ്വീപ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ നേതൃത്വം നൽകി. വനിതാ കൂട്ടായ്മകൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ശുചീകരണ പ്രവർത്തനങ്ങളിലും തുടർന്ന് നടന്ന മനുഷ്യച്ചങ്ങലയിലും പങ്കാളിയായി. 1 മണിക്കൂറിനുള്ളിൽ 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടി ടെറിട്ടോറിയൽ ആർമിയുടെ 128ാമത് ഇൻഫൻട്രി ബറ്റാലിയനെയും പരിസ്ഥിതി ദൌത്യസേനയെയും അഭിനന്ദിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ജയ്സാൽമീറിൽ സേന 5,20,000 വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം തുടരുന്നു. UN പൊതുസഭയുടെ ഉച്ചകോടിയെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. യുഎസിലെ ബോസ്റ്റണിലും ലോസ് ഏഞ്ചൽസിലും പുതിയ കോൺസുലേറ്റുകൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി നാഷണൽ പീപ്പിൾസ് പവറിന്റെ അനുര കുമാര ദിസനായകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.
ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പ്രചാരണം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ചു. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് വെള്ളിയാഴ്ച കാൺപൂരിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.